നമ്മുടെ എല്ലാം പ്രിയങ്കരനായിരുന്ന പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന സഖാവ് ദേവാസഖാവിൻ്റെ വിയോഗത്തെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ് സംജാതമായത്. ആ ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കാനൊരവസരം എനിക്ക് ലഭിക്കുകയും ആ അവസരത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മികച്ച ഭൂരിപക്ഷത്തോടുകൂടി ഈ 8ാം വാർഡിലെ ജനത എന്നെ വിജയിപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഈ ഇടതുവിരുദ്ധവും പിന്തിരിപ്പൻ ശക്തികളുടെ എല്ലാം കൂട്ടായ രീതിയിലുള്ള പ്രവർത്തനം BJP കോൺഗ്രസ് കൂട്ടുകെട്ടിനിടയിലും മികച്ച ഒരു ഭൂരിപക്ഷത്തോടുകൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ വിജയിപ്പിച്ച 8ാം വാർഡിലെ ഓരോ വോട്ടർക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ 2016 മുതലുള്ള നമ്മുടെ ഇടതുപക്ഷ സർക്കാരിൻ്റെ പല വികസന പദ്ധതികളും അതിദാരിദ്ര്യർക്കുള്ള വീട് ഉൾപ്പെടെയുള്ള മികച്ച പദ്ധതികളാണ് നമ്മൾ 8ാം വാർഡിൽ പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത്. സഖാവ് ആർ ദേവദാസ് തുടങ്ങി വെച്ച വികസന പദ്ധതികൾ ഒരുപാട് പൂർത്തീകരിക്കാനായിട്ടുണ്ട്. അതിനെല്ലാം എൻ്റെ സമയം പരിപൂർണമായി കണ്ടെത്തിക്കൊണ്ട് ആ വാർഡിലുള്ള മികച്ച സേവനത്തിന് ഞാൻ ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകുന്നു. തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയമാനത്തെ വകഞ്ഞു മാറ്റാൻ പ്രതിപക്ഷങ്ങൾ ഒന്നാകെ ചേർന്നുകൊണ്ടും BJPയും മാധ്യമങ്ങളും ചേർന്ന് നടത്തിയിട്ടുള്ള എല്ലാ കുപ്രചരണങ്ങളെയും അതിജീവിച്ചുകൊണ്ടാണ് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ ഉപതെരഞ്ഞെടുപ്പിൽ വലിയ വിജയം നേടിയിട്ടുള്ളത്. കുണ്ടറയിൽ പ്രത്യേകിച്ചും വിളംബരത്തിന്റെ നാട്ടിലേക്ക് 19 നവകേരള സൃഷ്ടിയുടെ സന്ദേശവുമായി എത്തുന്ന കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിക്കും മന്ത്രിസഭാ അംഗങ്ങൾക്ക് കൊടുക്കുവാനായി കൊറ്റങ്കരയുടെ സമ്മാനമാണ് ഈ ഉപതെരഞ്ഞെടുപ്പിലുണ്ടായിട്ടുള്ള വിജയം എന്ന് ഞങ്ങൾ പ്രത്യേകിച്ച് പറയാൻ ആഗ്രഹിക്കുകയാണ്. MLAയും അതുപോലെ ഇവിടുത്തെ MPയും എല്ലാം ചേർന്നുകൊണ്ട് നടത്തിയിട്ടുള്ള എല്ലാ വിഷലിപ്തമായ പ്രചരണങ്ങളെയും അതിജീവിച്ചുകൊണ്ടാണ് കൊറ്റങ്കരയിൽ ഈ ചരിത്ര വിജയം കൊറ്റങ്കരയിലെ ജനങ്ങൾ സമ്മാനിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും നമുക്കെല്ലാം അറിയാം, തെരഞ്ഞെടുപ്പുകളിൽ രാഷ്ട്രീയ പ്രശ്നങ്ങൾക്കപ്പുറമായി മറ്റൊന്നും ചർച്ച ചെയ്യപ്പെടരുത്. പക്ഷേ ജാതിയും മതവും എല്ലാം പറഞ്ഞുകൊണ്ട് പച്ചയായ മനുഷ്യനെ ഭിന്നിപ്പിക്കാൻ നടത്തിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളെയും അതിജീവിച്ചുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഈ ചരിത്ര വിജയം നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. തീർച്ചയായിട്ടും സഖാവ് ശ്യാമിനെ വിജയിപ്പിച്ച കൊറ്റങ്കരയിലെ മുഴുവൻ ജനങ്ങളെയും ഹൃദയപൂർവ്വം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്യുകയാണ്. കൊറ്റങ്കര പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ആർ ദേവദാസിന്റെ നിര്യാണത്തെ തുടർന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പിലാണ് ശ്യാമിന് ഉജ്ജ്വല വിജയം ലഭിച്ചിരിക്കുന്നത്. തൊട്ടടുത്ത കോൺഗ്രസിലെ എതിർ സ്ഥാനാർത്ഥി റഹീം ഖാനെ 67 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ശ്യാം വിജയിച്ചിരിക്കുന്നത്. ഏതായാലും BJPയും കോൺഗ്രസും LDFും ഒരു കിട്ട മത്സരത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. ഏതായാലും വലിയൊരു വിജയമാണ് ശ്യാം നേടിയിരിക്കുന്നത്. ശ്യാമാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത്. ശ്യാം ഒരു ചെറുപ്പക്കാരൻ എന്ന നിലയിലും ശ്യാമിന് ഈ തെരഞ്ഞെടുപ്പ് ഒരുപാട് പ്രയോജനം ചെയ്തു. എന്താണ് പറയുന്നത്? തീർച്ചയായും ഒരു യുവാവെന്ന നിലയിൽ നല്ല രീതിയിലുള്ള ഒരു പ്രതികരണമാണ് യുവജനങ്ങളുടെ ഇടയിൽ തന്നെ എനിക്കുണ്ടായത്. അതിനകത്ത് രാഷ്ട്രീയ മത ഭേദമന്യേ എന്നോട് നല്ല രീതിയിലുള്ള സഹകരണം എന്ന് പറഞ്ഞാൽ വോട്ടായിട്ട് തന്നെ രേഖപ്പെടുത്തി എന്നുള്ളതാണ് ഇതിന് മെയിനായിട്ടുള്ളത്. അത് യുവജനം എന്നുള്ള രീതി അത് വളരെ എനിക്ക് പ്രയോജനം ചെയ്തു. സഖാവ് ആർ ദേവദാസ് എന്ന് നിങ്ങളെല്ലാവരും സ്നേഹപൂർവ്വം വിളിക്കുന്ന ആ കൊറ്റങ്കരയുടെ പഞ്ചായത്ത് പ്രസിഡന്റ് അഴിമതിക്കെതിരെയും അതുപോലെ നാട്ടിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ടും അഹോരാത്രം പ്രയത്നിച്ച ഒരു സഖാവായിരുന്നു. ആ സഖാവിൻ്റെ പാത തന്നെ പിന്തുടർന്നാണ് ശ്യാമും വരാൻ പോകുന്നത്. തീർച്ചയായും അഴിമതിയും സജനപക്ഷപാത ലെവലിൽ അങ്ങനത്തുള്ള ഒരു കാര്യങ്ങൾക്കും ഒരു പിന്തുണയും നൽകുന്ന ഒരു വ്യക്തി ആയിരുന്നില്ല നമ്മുടെ എല്ലാം പ്രിയങ്കരനായിരുന്ന ദേവസഖാവ്. ആ പാത തന്നെ പിന്തുടരും, അതിനകത്ത് ഒരു മാറ്റവും ഇല്ല. അത് എൻ്റെ ഈ 2 വർഷക്കാലമുള്ള പ്രവർത്തനം അത് തീർച്ചയായും അടുത്ത വരുന്ന പഞ്ചായത്ത് ഇലക്ഷനെ വിലയിരുത്തലാണ്. അതിലെന്തായാലും ഒരു പോരായ്മ ഞാൻ വരുത്തിക്കൊണ്ടുള്ള മുന്നോട്ട് പോകത്തില്ല, അത് ഉറപ്പ് തന്നെയാണ്. ഏതായാലും കുണ്ടറയെ സംബന്ധിച്ചിടത്തോളം കൊറ്റങ്കരയെ സംബന്ധിച്ചിടത്തോളം ഒരു ഉജ്ജ്വല വിജയം തന്നെയാണ് ശ്യാം നേടിയിരിക്കുന്നത്. ഏതായാലും പാർട്ടിയുടെ പ്രതിസന്ധി ഘട്ടത്തിലും വലിയൊരു വിജയം സമ്മാനിച്ച ജനതയ്ക്ക് നന്ദി അറിയിച്ചുകൊണ്ടാണ് ശ്യാം ഇപ്പോൾ നിൽക്കുന്നത്. ഏതായാലും ആർ ദേവദാസ് എന്ന് പറയുന്ന ഒരു പേര് കൊറ്റങ്കരയുടെ മണ്ണിൽ എക്കാലവും നിറഞ്ഞു നിൽക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അഴിമതിരഹിതമായ ഒരു ഭരണമായിരുന്നു കാഴ്ചവെച്ചത്. എന്തായാലും ശ്യാം എന്ന ഒരു ചെറുപ്പക്കാരൻ പാർട്ടിയുടെ മുൻനിരയിലേക്ക് വരുന്നു. ഇത് വലിയൊരു വിജയമാണ്. ഈ വിജയത്തെക്കുറിച്ച് അഭിമാനിക്കുമ്പോഴും എന്തായിരിക്കും ഏറ്റവും കൂടുതൽ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോകുന്ന, അല്ലെങ്കിൽ ഒരു മെമ്പർ എന്ന നിലയിൽ വരുമ്പോൾ കൊറ്റങ്കരയുടെ ജനതയ്ക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്? ഒന്നാമതായി തന്നെ നമ്മൾ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ പ്രകടന പത്രിക, ബാക്കി രാഷ്ട്രീയ പാർട്ടികളൊന്നും അത് ചെയ്തില്ല. നമ്മൾ പ്രകടന പത്രിക വളരെ വ്യക്തമായി 22 കാര്യങ്ങളുണ്ട്. തീർച്ചയായും ആ 22 കാര്യങ്ങൾ ഈ 2 വർഷക്കാലങ്ങളിൽ എൻ്റെ കഴിവിൻ്റെ പരമാവധി അത് പൂർത്തിയാക്കാനുള്ള ശ്രമങ്ങളായിരിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സഖാവ് ദേവദാസാവിൻ്റെ പേരിൽ ഒരു ഫൗണ്ടേഷൻ, അതെൻ്റെ മനസ്സിലുള്ളതാണ്. ചാരിറ്റി പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾ ഏകോപിച്ച് നടത്താനായിട്ട് സഖാവ് ദേവദാസാവിൻ്റെ പേരിൽ ഒരു ഫൗണ്ടേഷൻ ചിന്തയിലുണ്ട്. നമുക്ക് വാഹന സൗകര്യങ്ങൾ ഉൾപ്പെടെ ഉണ്ട്. അതെല്ലാം ഏകോപിച്ചുകൊണ്ട് നല്ല രീതിയിലുള്ള പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ വാർഡ് കേന്ദ്രീകരിച്ച് നടത്താനുള്ള പ്രവർത്തനമായിട്ട് തന്നെ മുന്നോട്ട് പോകും. ഏതായാലും മികച്ച പ്രവർത്തനം കാഴ്ചവെക്കാൻ ശ്യാമിന് കഴിയട്ടെ. ഏതായാലും കുറഞ്ഞ വർഷങ്ങളെ ഉള്ളൂ ഇനി അവശേഷിക്കുന്നുള്ളൂ. ഏതായാലും വലിയൊരു പാർട്ടിയുടെ നേതൃസ്ഥാനത്തേക്ക് എത്തിച്ചേരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്കിവിടെ എല്ലാവിധ ആശംസകളും. അത് വിജയിച്ചിരിക്കുകയാണ് കൊറ്റങ്കര ജനത. ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്ത കൊറ്റങ്കര ജനതയ്ക്ക് എല്ലാം അഭിവാദ്യങ്ങൾ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ നേട്ടവും
അതോടൊപ്പം തന്നെ കൊറ്റങ്കര ഗ്രാമപഞ്ചായത്തിൻ്റെ വിജയവുമാണ് നമ്മളിന്ന് ശ്യാമിൻ്റെ റിസൾട്ടിലൂടെ കണ്ടിട്ടുള്ളത്. കോൺഗ്രസും BJP നടത്തിയ ദുഷ്പ്രചരണത്തിനെതിരെയുള്ള ഒരു വിധിയെഴുത്താണ് നമ്മുടെ 8-ാം വാർഡിൽ വായനശാല വാർഡിൽ നിന്നുണ്ടായത്. നമ്മുടെ ശ്യാമിന് വേണ്ടി വോട്ട് ചെയ്ത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടൊപ്പം ചേർന്ന് നിന്ന എല്ലാവർക്കും കൊറ്റങ്കര ഗ്രാമപഞ്ചായത്തിൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. സഖാവ് ശ്യാം എസിൻ്റെ ഉജ്ജ്വലമായ വിജയം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് നടത്തുന്ന ജനോപകാരപ്രദമായ പ്രവർത്തനങ്ങളുടെ അംഗീകാരവും അതോടൊപ്പം തന്നെ 2005 മുതൽ കൊറ്റങ്കര പഞ്ചായത്തിൽ നടന്നു വരുന്ന LDFൻ്റെ തുടർ ഭരണത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായ നേട്ടങ്ങളുടെയും ആകത്തുകയാണ്. വർഗീയതയുടെ കാർഡെല്ലാം ഇളക്കി വർഗീയ പിന്തിരിപ്പൻ ശക്തികൾ തെരഞ്ഞെടുപ്പിനെ രാഷ്ട്രീയത്തിൽ നിന്ന് വഴിതെറ്റിച്ച് ജാതീയമാക്കി മാറ്റാനുള്ള പരിശ്രമം നടത്തിയപ്പോൾ കൊറ്റങ്കരയിലെ പ്രബുദ്ധരായ ജനങ്ങൾ, സാംസ്കാരിക സമ്പന്നരായിട്ടുള്ള ജനങ്ങൾ ജാതിമത വർഗീയ പിന്തിരിപ്പൻ ശക്തികളുടെ എല്ലാവിധമായ കള്ള പ്രചരണങ്ങളെയും പ്രലോഭനങ്ങളെയും തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ഈ ഉജ്ജ്വലമായ വിജയം സമ്മാനിച്ചിട്ടുള്ളത്. ഈ വിജയം കരസ്ഥമാക്കുന്നതിന് വേണ്ടി വോട്ട് ചെയ്തവരെയും സഹായിച്ചവരുമായിട്ടുള്ള എല്ലാവർക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൊറ്റങ്കര പഞ്ചായത്ത് കമ്മിറ്റിയുടെ എല്ലാവിധമായ അഭിവാദ്യങ്ങളും നന്ദിയും ഈ അവസരത്തിൽ അറിയിക്കുകയാണ്.